الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ഇസ്രാ ആണ്. സൂറത്തുൽ ഇസ്രായിലെ 89 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസുകളിലായി നമ്മൾ മനസ്സിലാക്കിയത്. കഴിഞ്ഞ ദർസിൽ റൂഹിനെ സംബന്ധിച്ച് അഹ്ലുൽ കിതാബുകാർ ചോദിച്ചതും അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞ വിഷയങ്ങളുമായിരുന്നു. ഇനി 90 മുതലുള്ള ആയത്തുകൾ പറയുന്നത് മക്കയിലെ മുശ്രിക്കുകൾ, ഈ ജൂതന്മാർ അഹ്ലുൽ കിതാബുകാര് റൂഹിനെ പറ്റിയും അതുപോലുള്ള ചോദ്യങ്ങളും ചോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിദ്ഖ് അഥവാ അത് അള്ളാഹുവിന്റെ റസൂലാണ് എന്നത് ഒന്ന് ഉറപ്പിക്കാനും അല്ലെങ്കിൽ അത് പരീക്ഷിക്കാനും വേണ്ടിയാണ്. അതുപോലെ മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിട്ടുള്ള ഈ ദീന് അത് ശരിയാണോ അല്ലേ എന്ന് വിശ്വസിക്കണമെങ്കിൽ എന്ത് വേണം എന്ന ചില കാര്യങ്ങൾ പറയുന്ന ആയത്താണ് ഇനി വരുന്നത്. 90-ാമത്തെ ആയത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വഖാലൂ ലൻ നുഅ്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബൂഅ. വഖാലൂ അവർ പറഞ്ഞു, അഥവാ മുശ്രിക്കുകൾ പറഞ്ഞു, ലൻ നുഅ്മിന ലക ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കയില്ല, ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബൂഅ നീ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്ന് ഒരു അരുവി അല്ലെങ്കിൽ ഒരു ഉറവ് അത് ഒഴുക്കിത്തരുന്നത് വരെ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. ഔ തകൂന ലക ജന്നത്തുൻ മിൻ നഖീലിൻ വഇനബിൻ ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറാ. ഔ തകൂന ലക അല്ലെങ്കിൽ നിനക്ക് ഉണ്ടാകുന്നത് വരെ ജന്നത്തുൻ തോട്ടം. എങ്ങനെയുള്ള തോട്ടം? മിൻ നഖീലിൻ ഈന്തപ്പന ഇവിടെ, വഇനബിൻ മുന്തിരിയുടെ, ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറാ അതിന്റെ ഇടയിലൂടെ അരുവികൾ ഒഴുകുന്നത് വരെ, അഥവാ ഈന്തപ്പനയും മുന്തിരിയുമെല്ലാം നിൽക്കുന്ന അതിന്റെ ഇടയിലൂടെ അരുവികൾ ഒഴുകുന്ന ഒരു തോട്ടം നിനക്കുണ്ടാകുന്നത് വരെ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കില്ല എന്നിട്ട് പറഞ്ഞു. ഔ തുസ്ഖിത അസ്സമാഅ കമാ സഅംത. ഔ തുസ്ഖിത അസ്സമാഅ അല്ലെങ്കിൽ ആകാശം വീഴുന്നത് വരെ നീ പറഞ്ഞതുപോലെ, കമാ സഅംത നീ പറഞ്ഞതുപോലെ, നീ ജൽപ്പിച്ചതുപോലെ ആകാശം ഞങ്ങളുടെ മേലെ വീഴുന്നത് വരെ, അലൈന കിസഫൻ ഔ തഅതിയ അല്ലാഹു ഔ തഅതിയ ബില്ലാഹി വൽ മലായികതി ഖബീല ആകാശം ഞങ്ങളുടെ മേലൊരു കഷ്ണമായി വീഴുന്നത് വരെ, കിസഫൻ എന്ന് പറഞ്ഞാൽ ഒരു കഷ്ണമായിട്ട് വീഴുന്നത് വരെ, ഔ തഅതിയ ബില്ലാഹി വൽ മലായികതി ഖബീല അല്ലെങ്കിൽ അള്ളാഹുവിനെയും മലക്കുകളെയും കൂട്ടമായി മലക്കുകളെയും നീ ഞങ്ങളുടെ അടുക്കൽ കൊണ്ടുവരുന്നത് വരെ എന്ന് പറഞ്ഞു. എന്ത് വീണ്ടും അവർ പറയാണ്, ഔ യകൂന ലക ബൈതുൻ മിൻ സുഖ്റുഫിൻ അല്ലെങ്കിൽ നിനക്കുണ്ടാകുന്നത് വരെ സ്വർണം കൊണ്ട് ഉള്ള ഒരു ഭവനമുണ്ടാകുന്നത് വരെ. സുഖ്റുഫ് എന്ന് പറഞ്ഞത് അലങ്കാരം എന്നുള്ളത് പറയും, എന്നാൽ മറ്റു ചില ഖിറാഅത്തിൽ അവിടെ മിൻ ദഹബിൻ എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്, സ്വർണം കൊണ്ടുള്ളത് എന്ന്. ഔ തർഖാ ഫിസ് സമാഇ
അല്ലെങ്കിൽ നീ ആകാശത്തേക്ക് കയറിപ്പോകുന്നത് വരെ വലൻ നുഅ്മിന ലിറുഖയ്യിക നീ ആ കയറിപ്പോകുന്നതിലും ഞങ്ങൾ വിശ്വസിക്കില്ല. ഏതുവരെ? ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖറഉഹു ഞങ്ങൾക്ക് വായിക്കാൻ ഒരു കിതാബ് നീ മേലെ പോയി ഇറക്കി കൊണ്ടുവരുന്നത് വരെ. ഖുൽ നബിയെ പറയുക, സുബ്ഹാന റബ്ബി ഹൽ കുൻതു ഇല്ലാ ബശറൻ റസൂല. സുബ്ഹാന റബ്ബി എന്റെ റബ്ബ് എത്ര പരിശുദ്ധനാണ്, ഞാൻ മനുഷ്യനായിട്ടുള്ള ഒരു റസൂല് മാത്രമാണല്ലോ എന്ന് പറയുക എന്ന് പറഞ്ഞു. ഇത് മക്കയിലെ മുശ്രിക്കീങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുണ്ടായ ഒരു സംഭാഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്തുകളാണെന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിച്ച് കാണാം. തൊബരി വിശദമായിട്ട് ഈ കാര്യം ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ സനദിൽ ചില വഅഫുകൾ വന്ന് കാണാൻ സാധിക്കും. എന്നിരുന്നാലും ഇതിന്റെ ആകത്തുക മക്കയിലെ മുശ്രിക്കീങ്ങൾ, ഖുറൈശികൾ, അതിൽ പ്രമുഖരായിട്ടുള്ള ആളുകളെല്ലാവരും കൂടി ഒരു ദിവസം കഅബയുടെ അടുക്കൽ ഒരുമിച്ച് കൂടുകയുണ്ടായി. ആ ഒരുമിച്ച് കൂടിയിട്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ സദസ്സിലേക്ക് വിളിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് വിചാരിച്ചു? അവർ ഇസ്ലാമിനെ കുറിച്ച് അറിയാനും പഠിക്കാനും ഒക്കെ അതിനുവേണ്ടി വിളിക്കുകയായിരിക്കും എന്നുള്ള സന്തോഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. അങ്ങനെ ആ സംസാരത്തിൽ അവർ പല കാര്യങ്ങളും പറഞ്ഞു. നബിയെ, താങ്കൾ ഈ മുഹമ്മദ് എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾ ഈ പറയുന്ന ഈ ദീനും കാര്യങ്ങളുമെല്ലാം ഇത് ഒഴിവാക്കാൻ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നൽകാം, അധികാരമാണോ സമ്പത്താണോ, അല്ലെങ്കിൽ നിനക്ക് വല്ല രോഗം ബാധിച്ചാണെങ്കിൽ ചികിത്സിക്കണമോ എന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് പിന്നെ രണ്ടാമതായിട്ട് അവർ പറയുന്നത്, നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളാണ് പിന്നെ പറയുന്നത്. നിന്നെ ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഒന്ന്, മക്കയിൽ പൊതുവെ ഉറവകളോ അല്ലെങ്കിൽ അതുപോലെയുള്ള വെള്ളത്തിന്റെ ശുദ്ധമായ വെള്ളം ഒഴുകുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ല, അതുപോലെയുള്ളത് കൊണ്ടുവരണം. അതായത് അവർക്ക്. ഇനി അതില്ല എങ്കിൽ നിനക്ക്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തോട്ടവും അതുപോലെയുള്ള സൗകര്യങ്ങളും പെട്ടെന്ന് ഉണ്ടാകണം, അല്ലെങ്കിൽ സ്വർണത്തിൽ നിന്റെ ഭവനങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞു. ഇനി അതൊന്നും പറ്റില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുള്ള ശിക്ഷകൾ അത് പെട്ടെന്ന് ഞങ്ങൾ കൊണ്ടുവന്നു തരണം. അഥവാ ആകാശം ഞങ്ങളുടെ മേലേക്ക് വീണുകൊണ്ടുള്ള ശിക്ഷകൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഇറക്കി തരണം. ഇങ്ങനെയെല്ലാം അവർ പറയുകയുണ്ടായി. അതാണ് ഇതിന്റെ സന്ദർഭമെന്ന് മുഫസ്സിരികൾ പറഞ്ഞത് കാണാം. പക്ഷെ അതിന്റെ സനദ് അത്ര സ്വഹീഹായി വന്നിട്ടില്ല. എന്നിരുന്നാലും ഇതിന്റെ ആശയം അത് തന്നെയാണ്. മുശ്രിക്കീങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളായിരുന്നു. കാരണം അവർക്ക് റസൂലിനെ വിശ്വസിക്കാൻ അവർക്ക് ആവശ്യമായ നിലക്കാണ്. പക്ഷേ യഥാർത്ഥത്തിൽ രണ്ട് രീതിയിൽ കാര്യങ്ങൾ ചോദിക്കാം. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തെളിവായിട്ട് ചോദിക്കാം. പക്ഷെ ഇവർ ചോദിക്കുന്നത് അങ്ങനെയല്ല. ഇവര് ധിക്കാരത്തോടു കൂടിയും കളിയാക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ രീതിയിലുള്ള ചോദ്യങ്ങളെല്ലാം ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ മുമ്പ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ചോദിക്കുമ്പോഴെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യങ്ങൾ അവർക്ക് നടപ്പിലാക്കി കൊടുത്തിട്ടില്ല. നമ്മൾ മുമ്പ് സൂറത്തുൽ ഇസ്രായിൽ തന്നെ 59-ാമത്തെ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു. ആ ആയത്തിൽ പറയുന്നുണ്ട്, വമാ മനഅനാ അൻ നുർസില ബിൽ ആയാതി ഇല്ലാ അൻ കദ്ദബ ബിഹാ അൽ അവ്വലൂൻ. അവർ പറയുന്ന ദൃഷ്ടാന്തങ്ങൾ നൽകാൻ നമുക്ക് തടസ്സമായിട്ടുള്ള കാര്യം എന്താണ്? ഇവരുടെ മുൻഗാമികൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെല്ലാം കളവാക്കിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി, അള്ളാഹുവിനോട് ചോദിച്ചു, ഇതുപോലെയുള്ള ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവരണമെന്ന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ചോദിച്ചു, ഇൻ ശിഅത അഅതൈനാഹും മാ സഅലൂ. നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർ ആവശ്യപ്പെട്ട കാര്യം ഞാൻ നൽകാം. ആവശ്യപ്പെട്ട എന്താണോ അത് ഞാൻ ചെയ്യാം. ഫൈൻ കഫറു, അതിനുശേഷവും അവര് കുഫറിലായാൽ, നിഷേധിച്ചാൽ, അദബ്തുഹും അദാബൻ ലാ ഉഅദ്ദിബുഹു അഹദൻ മിനൽ ആലമീൻ, ഞാൻ അവരെ കഠിനമായി ശിക്ഷിക്കുന്നതാണ്. അഥവാ ദൃഷ്ടാന്തങ്ങൾ ചോദിച്ച് കണ്ടതിന് ശേഷവും അവർ കുഫറിലാവുകയാണെങ്കിൽ അവരെ വലിയ ശിക്ഷ അവരുടെ മേലെ ഇറക്കുന്നതാണ് എന്ന് പറഞ്ഞു. വഇൻ ശിഅത ഫതഹ്തു അലൈഹിം ബാബ തൗബതി വറഹ്മ, ഇനി നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ദൃഷ്ടാന്തം നൽകാതെ കുറച്ച് വൈകി അവർക്ക് തൗബയുടെയും റഹ്മത്തിന്റെയും കവാടങ്ങൾ തുറക്കപ്പെട്ടേക്കാം എന്നുള്ള നിലക്ക് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ തെരഞ്ഞെടുത്തത്? ദൃഷ്ടാന്തം അപ്പൊ തന്നെ വേണമെന്നാണോ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിദ്ക്ക് തെളിയിച്ചു കൊടുക്കാൻ എന്താ ആവശ്യം? ദൃഷ്ടാന്താണ് ആവശ്യം. പക്ഷെ അള്ളാഹു പറഞ്ഞു ഒന്നെങ്കിൽ ഇപ്പൊ ദൃഷ്ടാന്തം കാണിക്കാം, പിന്നെ അവർ കുഫറിലായി കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷയായിരിക്കും, അല്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞ് അവർക്ക് തൗബയുടെ കവാടങ്ങൾ തുറന്നേക്കാം എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുർ റഹ്മാൻ, സ്വന്തം കളവാക്കപ്പെട്ടാലും അവർക്ക് എന്താ വരുത്? ഒരു ശിക്ഷ വന്ന് നശിപ്പിക്കരുത്, എങ്ങനെയെങ്കിലും അവരെന്തായിക്കോട്ടെ അവർ ഇസ്ലാം സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടായിക്കട്ടെ എന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബൽ തഫ്തഹു അലൈഹിം ബാബത്ത് തൗബത്തി വറഹ്മ, അവർക്ക് റഹ്മത്തിന്റെയും തൗബയുടെയും വാതിലുകൾ തുറന്നു കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പൊ സഹോദരങ്ങളെ, എല്ലാ കാലത്തും നബിമാരെ നിയോഗിച്ചപ്പോൾ ആ നിയോഗിക്കപ്പെട്ട സമൂഹങ്ങൾക്ക് നബിമാരെ വിശ്വസിക്കാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ടൊരു തടസ്സം നബിമാർ മനുഷ്യരായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. നമ്മെ പോലെ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് എന്നതാണ്. നമ്മെ പോലെ കുടുംബജീവിതം നയിക്കുന്ന മക്കളുണ്ടാകുന്ന ഒരാളാണ് എന്നുള്ളതാണ് അവർക്ക് നിഷേധിക്കാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. വേറെയും ആയത്തുകളിൽ ഈ കാര്യം പറയുന്നുണ്ട്. നോക്കൂ, സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഖാലു, അവർ പറയുന്നു, മുശ്രിക്കീങ്ങൾ കുഫാറുകൾ പറയുന്നു, മാലി ഹാദർ റസൂൽ, എന്ത് റസൂലാണത്, യകുലു തആം, ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, വയംശി ഫിൽ അസ്വാഖ്, അങ്ങാടിയിലൂടെ നടക്കുന്നുണ്ടല്ലോ, ലൗലാ ഉൻസില ഇലൈഹി മലക്കുൻ ഫയകൂന മഅഹു നദീറ, എന്താണ് ഒരു മലക്ക് ഇറങ്ങാത്തത്? എന്താണ് ഒരു മലക്ക് ഇറങ്ങാത്തത്? ഔ യുൽഖാ ഇലൈഹി കൻസുൻ ഔ തകൂലു ലഹു ജന്നത്തുൻ യഅകുലു മിൻഹാ, അല്ലെങ്കിൽ എന്താണ് വലിയൊരു നിധിയോ അല്ലെങ്കിൽ തോട്ടം ഒന്നും നൽകപ്പെടാത്തത്? വഖാല അദ്ദാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ, ആ അക്രമികൾ അവർ പറയും ഇത് സിഹർ ബാധിക്കപ്പെട്ട ഒരാളെയാണ് നിങ്ങൾ പിൻപറ്റുന്നത് എന്ന് പറയാറുണ്ടായിരുന്നു. ഉൻദുർ കൈഫ ضربوا لك الامثال فضلوا فلا يستطيعون سبيلا, എന്നിട്ട് അല്ലാഹു പറയാ, നബിയെ നോക്ക്, അവർ എന്തൊരു ഉപമയാണ് പറയുന്നത് എന്ന് നോക്ക്, അവർ നേർമാർഗത്തിൽ നിന്ന് പിഴച്ചു പോയിട്ടുണ്ട്. തബാറക്കല്ലദീ ഇൻ ശാഅ ജഅല ലക ഖൈറൻ മിൻ ദാലിക ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹാ അൽ-അൻഹാർ വയജ്അൽ ലക ഖുസൂറ, അള്ളാഹു എങ്ങാനും ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അള്ളാഹു എന്താക്കുമായിരുന്നു? നിനക്ക് വലിയ അരുവികൾ ഒഴുകുന്ന തോട്ടവും അതുപോലെ തന്നെ വലിയ കൊട്ടാരങ്ങളുമെല്ലാം നിനക്ക് നാം നൽകുമായിരുന്നു എന്ന് അള്ളാഹു തആല പറയുകയാണ്. എന്നിട്ട് അവസാനം പറഞ്ഞു, ബൽ കദ്ദബൂ ബിസ്സാഅ, പക്ഷെ അവർ അന്ത്യനാളിനെ കളവാക്കുന്നു. വഅഅതനാ ലിമൻ കദ്ദബ ബിസ്സാഅതി സഈറ, ഈ അന്ത്യനാളിനെ കളവാക്കുന്ന ആളുകൾക്ക് നാം നരകമാണ് ഒരുക്കിയിട്ടുള്ളത് എന്ന് പറയുകയാണ്. അതായത് ആ നബി നമ്മുടെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് നബിയെ കളവാക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല മുൻഗാമികളിൽ ഇറങ്ങിയിട്ടുള്ള ഏതൊരു റസൂലിന്റെ മേലെയും അവർ ആരോപിച്ചിട്ടുള്ള ഒരു കാര്യമാണെന്ത്? ഞങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ, ഞങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ ആണോ ഞങ്ങളെ ഈ ഹിദായത്തിലാക്കുന്നത്, ഞങ്ങൾക്ക് ഇത് കൊണ്ടുവന്നു തരുന്നത് എന്നുള്ള നിലയ്ക്ക് അവരെല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇനി അവരിത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടാൽ വിശ്വസിക്കുമോ? അവർ ഈ ചോദിച്ച കാര്യങ്ങളെല്ലാം നേരിട്ട് കണ്ടാൽ അവർ വിശ്വസിക്കുമോ? ഇല്ല. അവരത് നിഷേധത്തിനോടുകൂടിയും കളവാക്കാൻ വേണ്ടിയും മാത്രമാണ് അവർ ചോദിക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞു, നോക്കൂ, സൂറത്ത് യൂനിസ്, വലൗ ജാഅത്ഹും കുല്ലു ആയത്തിൻ ഹത്താ യറൗ അൽ അദാബൽ അലീം, അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. തൊട്ടുമ്പതായിട്ട് ലാ യുഅ്മിനൂൻ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. എല്ലാവിധ ദൃഷ്ടാന്തങ്ങൾ വന്നെത്തിയാലും അവർ വിശ്വസിക്കൂല, ശിക്ഷ വന്നെത്തുന്നത് വരെ, അവർക്ക് അദാബ് വന്നെത്തുന്നത് വരെ മാത്രമേ അവർ വിശ്വസിക്കുകയുള്ളൂ. മറ്റൊരായത്ത് നോക്കി അല്ലാഹു തആല വളരെ ഉറപ്പിച്ചു പറയാണ്, സൂറത്തുൽ അൻആമിലെ 111-ാമത്തെ ആയത്തിൽ, വലൗ അന്നനാ നസ്സൽനാ ഇലൈഹിമുൽ മലായിക, അവരിലേക്ക് നാം മലക്കുകളെ ഇറക്കുകയാണെങ്കിൽ, വകല്ലമഹുമുൽ മൗത, മരണപ്പെട്ടവർ അവരോട് സംസാരിക്കുകയുമാണെങ്കിൽ, വഹശർനാ അലൈഹിം കുല്ല ശൈഇൻ ഖുബ്ല, അങ്ങനെ എല്ലാത്തിനെയും അവരുടെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടിയാലും മാ കാനൂ ലിയുഅ്മിനൂ, അവരെന്ത് ചെയ്യാൻ പോകുന്നില്ല? വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം അവര് ഈ ചോദിക്കുന്നതെല്ലാം അവരുള്ളിൽ കുഫ്ർ വെച്ച് അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും പല ദൃഷ്ടാന്തങ്ങളും കണ്ടാൽ വിശ്വസിക്കോ? ഇല്ല, അങ്ങനെ വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം അവരുടെ ഉള്ളിൽ ആ കുഫ്ർ ഉറച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെയുള്ള വിഷയം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ആവശ്യപ്പെടുന്നത്, ഹത്താ തഫ്ജുറ ലനാ മിനൽ അർദി യംബുഅ, ഭൂമിയിൽ നിന്ന് ഒരു ഉറവ് ഞങ്ങൾക്ക് കൊണ്ടുവരണം. അല്ലാഹു നടപ്പിലാക്കിയിട്ടില്ല. പിന്നെ പറഞ്ഞൊരു കാര്യം എന്താണ്? അവർ പറഞ്ഞു ഔ തുസ്ഖിത
കമാ സഅംത, നീ ജൽപ്പിച്ചതുപോലെ ആകാശം ഞങ്ങളുടെ മേലെ പൊട്ടി വീഴട്ടെ എന്നുള്ളത്. പൊട്ടി വീഴട്ടെ. കാരണം മുൻഗാമികളിൽ പല ആയത്തുകളിലും വന്നിട്ടുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കേൾപ്പിച്ചിട്ടുണ്ട്. എന്താണ്? മുൻഗാമികളിൽ പല സമൂഹത്തെയും ശിക്ഷിച്ചിട്ടുള്ളത് ആകാശത്ത് നിന്ന് ശിക്ഷ ഇറങ്ങിയിട്ടാണ്. അല്ലെങ്കിൽ നാളെ പരലോകത്ത് അന്ത്യനാളിൽ സംഭവിക്കുന്ന കാര്യം ആകാശം പൊട്ടി വീഴുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നീ ജൽപ്പിച്ചതുപോലെ ആകാശം ഞങ്ങളുടെ മേലെ വീഴ്ത്തിത്തരണമെന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് സൂറത്തുൽ അൻഫാലിലെ ആയത്തിൽ കാണാം, اللهم إن كان هذا هو الحق من عندك فأمطر علينا حجارة من السماء. ശിക്ഷ തേടിക്കൊണ്ട് കുഫാറുകൾ പറയുന്ന വാക്കാണ്. ഇത് ശരിയാണെങ്കിൽ ആകാശത്തുനിന്ന് ഞങ്ങളുടെ മേലെ കല്ലിറക്കണം എന്നുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖൗമ് പറഞ്ഞിട്ടുണ്ട്, ഫഅസ്ഖിത് അലൈനാ കിസ്ഫൻ മിനസ് സമാ ഇൻ കുൻത മിനസ് സാദിഖീൻ. നീ സത്യസന്ധനാണെങ്കിൽ ആകാശത്തെ ഒരു കഷ്ണം ഞങ്ങളുടെ മേലെ വീഴുന്ന അവസ്ഥയിൽ നീ ആക്കുക എന്നെല്ലാം പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോ ഇങ്ങനെയെല്ലാം ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ മേലെ പലരുടെ മേലെയും ശിക്ഷ നടപ്പിലായിട്ടുണ്ട്. അപ്പോ ഈ ആവശ്യപ്പെടുന്നതിലൊന്നും എന്തില്ല, ഒരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യപ്പെട്ടത് കൊണ്ട് അവർ വിശ്വാസികളാകാനും പോകുന്നില്ല. ഇനി അവർ പറയുന്നത് അവർക്ക് മാത്രം പോരാ, അവർക്കുണ്ടായാൽ പോരാ. വേറെ കാര്യം പറഞ്ഞ എന്താ, ഔ യകൂന ലക ബൈതും മിനസ് സുഖ്റുഫ്, നിനക്ക് അലങ്കാരങ്ങളുടെ ഒരു ഭവനം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഖിറാഅത്തിൽ ഔ യകൂന ലക ബൈതും മിൻ ദഹബിൻ എന്ന് വന്നിട്ടുണ്ട്. അവിടെ സ്വർണം എന്നുള്ള പദം വന്നിട്ടുണ്ട്. അപ്പൊ സ്വർണം കൊണ്ടുള്ള ഒരു ഭവനം നിനക്കുണ്ടായിട്ട് ഞങ്ങൾ കാണണം. അവർക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം അവര് കുഫർ കൊണ്ട് മാത്രം, കളിയാക്കാനും നിഷേധം കൊണ്ടും ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ്. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ മക്കയിലെ മുശ്രിക്കുകൾ ചോദിച്ചിരുന്നു. ഇനി എന്താണ് ഇവർക്ക് എല്ലാവർക്കുമുള്ള മറുപടിയായിട്ട് പറഞ്ഞ വാക്കെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ മറുപടിയായിട്ട് പറയാൻ പറഞ്ഞ വാക്കെന്താണ്? ഖുൽ, നബിയെ പറയുക, സുബ്ഹാന റബ്ബി, എന്റെ റബ്ബ് എത്ര പരിശുദ്ധനാണ്. അഥവാ ഇവർ ആരോപിക്കുന്ന ഈ ആരോപണങ്ങളെക്കാളെല്ലാം എത്രയോ പരിശുദ്ധനാണ് എന്റെ റബ്ബ്. ഹൽ കുൻതു ഇല്ലാ ബശറൻ റസൂല, ഞാനൊരു മനുഷ്യനല്ലേ, റസൂലായ ഒരു മനുഷ്യൻ മാത്രമല്ലേ. ഇവര് പറയുമ്പോൾ തന്നെ ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ നബിക്ക് പറ്റുമോ? പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിന് സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അല്ലാഹു തആല നിയോഗിച്ച ഒരു മനുഷ്യനായിട്ടുള്ള ഒരു റസൂല് മാത്രമല്ലേ ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മറുപടി പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ സഹോദരങ്ങളെ, ഈമാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിലുള്ള വിശ്വാസം പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തുക എന്നുള്ളത്. ആർക്കെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിൽ സംശയം വെച്ചിട്ട് മുഅ്മിനാവാൻ പറ്റുമോ? പറ്റില്ല. കാരണം നമുക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തരുന്നതും അള്ളാഹുവിന്റെ കലാമ് നമുക്ക് പാരായണം ചെയ്തു തരുന്നതും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം പഠിപ്പിച്ചു തരുന്നതും നാളെ പരലോകത്തെ കാര്യങ്ങൾ അറിയിച്ചു തരുന്നതും ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ നബിയുടെ റിസാലത്തിൽ വിശ്വസിക്കാതെ ഒരിക്കലും നമുക്ക് യഥാർത്ഥ മുഅ്മിനാകാൻ സാധിക്കില്ല. അള്ളാഹുവിനുള്ള വിശ്വാസം ശരിയാവുകയുമില്ല. ഇനി ഇതിന് തുടർച്ചയായിക്കൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ പറയുകയാണ്. വമാ മനഅ അന്നാസ അയ്യുമിനൂ, ജനങ്ങളെ അവരെ വിശ്വസിക്കുന്നതിന് തടഞ്ഞിട്ടില്ല. എന്താണ് തടഞ്ഞിട്ടുള്ളത്? ഇത് ജാഅഹുൽ ഹുദ, അവർക്ക് നേർമാർഗം വന്നെത്തുമ്പോൾ, ഇല്ല അൻ ഖാലു അബഅസ അല്ലാഹു ബശറൻ റസൂല. നേരത്തെ പറഞ്ഞ ആയത്തുകളിലെ വിഷയം ഒന്നുകൂടി ഉറപ്പിച്ച് പറയാം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ മറുപടി പറഞ്ഞത്? ഞാനൊരു മനുഷ്യനായ റസൂലായ ഒരു മനുഷ്യനെ മാത്രമല്ലേ എന്ന് പറയാം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മുൻഗാമികളായ ആളുകൾക്കും ആ ഖൗമിനും നേർമാർഗം വന്നെത്തുന്ന സമയത്ത് വിശ്വസിക്കാതിരിക്കാൻ, അവിശ്വസിക്കാൻ ഉണ്ടായിട്ടുള്ള കാരണം, അവർക്ക് വിശ്വസിക്കാതിരിക്കാനുള്ള കാരണമായിട്ട് നിന്നിട്ടുള്ള കാര്യം അവർ പറഞ്ഞിരുന്നു, അബഅസ അല്ലാഹു ബശറൻ റസൂല, അള്ളാഹു ഒരു മനുഷ്യനെയാണോ റസൂലായിട്ട് അയച്ചിട്ടുള്ളത്? ഒരു മനുഷ്യനെയാണോ റസൂലായിട്ട് അയച്ചിട്ടുള്ളത്? എന്നിട്ട് പറയാണ്, ഖുൽ, നബിയെ പറയുക. അവർക്കുള്ള ഏറ്റവും നല്ല മറുപടിയാണ്. ഒരു മനുഷ്യനാണോ റസൂലായി വന്നത് എന്നുള്ളവർക്ക് മറുപടിയാണ്, ലൗ കാന ഫിൽ അർളി മലായികത്തുൻ, ഭൂമിയിലെങ്ങാനും മലക്കുകളാണ് ഉണ്ടായിരുന്നത് എങ്കിൽ, ഭൂമിയിൽ മലക്കുകളാണ് ഉണ്ടായിരുന്നത് എങ്കിൽ,
യംശൂന മുത്മഇന്നീന ലനസ്സൽനാ അലൈഹിം മിനസ് സമാഇ മലക്കൻ റസൂല. ഭൂമിയിലൂടെ അവർ സമാധാനപരമായി നടന്നുകൊണ്ടിരിക്കുന്ന മലക്കുകളാണ് ഉണ്ടായിരുന്നത് എങ്കിൽ തീർച്ച ലനസ്സൽനാ അലൈഹിം മിനസ് സമാ, അവരുടെ മേലെ ആകാശത്തുനിന്ന് മലക്കൻ റസൂല, ഒരു മലക്കിനെ റസൂലായി നിയോഗിക്കുമായിരുന്നു. ഇത് അള്ളാഹുവിന്റെ വലിയ ഹിക്മത്ത് അറിയിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് മനുഷ്യരിൽ നിന്നല്ല ഒരു റസൂല് എന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുക, നമുക്ക് എത്രത്തോളം പിൻപറ്റാൻ പറ്റുക? അപ്പൊ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റാൻ ശ്രമിക്കുമ്പോൾ നമുക്കൊരു സുന്നത്ത് കേൾക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്. അതെന്തുകൊണ്ടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനായതുകൊണ്ടാ. ഇനി വേറെ പോലെ മലക്കാണ് വന്നത് നമ്മൾ എന്താ പറയാ? സാധാരണ സംസാരിക്കുന്ന നമ്മൾ പറയും ഞാൻ മലക്കൊന്നല്ലല്ലോ പറയും. ഒരു മലക്കാണ് നമുക്ക് റസൂലായി വന്നെങ്കിലോ ആ മലക്ക് പഠിപ്പിച്ച് എന്തെങ്കിലും നമുക്ക് പിൻപറ്റാൻ പറ്റുമോ? ഇല്ല, അതൊരു മലക്കാണ്, നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നായിരിക്കും. ഇതിനാണ് അള്ളാഹു തആല എന്താ അയച്ചിട്ടുള്ളത്? റസൂലിനെ മനുഷ്യനാക്കി അയച്ചിട്ടുള്ളത്. പക്ഷെ എല്ലാ കാലത്തും ആളുകൾ, കുഫാറുകൾ, അവർ പറഞ്ഞിരുന്ന ഒരു വാദമാണ് ഈ മനുഷ്യനാണോ ഒരു റസൂലായി ഞങ്ങൾക്ക് വന്നിട്ടുള്ളത്? ആയത്തുകൾ നോക്കൂ. മുൻഗാമികളുടെ ചരിത്രം പറയുന്നിടത്ത് സൂറത്ത് യൂനുസിലെ 20-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, അകാന ലിന്നാസി ആജബൻ അൻ ഔഹൈനാ ഇലാ റജുലിൻ മിൻഹും അൻ അൻദിരിന്നാസ് വബശ്ശിരിൽ ലദീന ആമനൂ അന്ന ലഹും ഖദമ സിദ്ഖിൻ ഇൻദ റബ്ബിഹിം. ജനങ്ങൾക്ക് അത്ഭുതമായിരിക്കുകയാണോ ഒരു മനുഷ്യരിൽ നിന്ന് ഒരു ദൂതനെ അവർക്ക് അയച്ചത് താക്കീത് ചെയ്യാനും അതുപോലെ മുഅ്മിനീങ്ങൾക്കുള്ള പ്രതിഫലം അറിയിക്കാനും ഒരു മനുഷ്യനെ അയച്ചത് അവർക്ക് അത്ഭുതമായി മാറിയിരിക്കുകയാണോ? സൂറത്ത് തഗാബുനിലെ 6-ാമത്തെ ആയത്തിൽ ذلك بأنه كانت تأتيهم رسلهم بالبينات فقالوا أبشر يهدوننا. ഹക്ക് കൊണ്ട്, വ്യക്തമായ തെളിവുകൾ കൊണ്ട് അവരിലേക്ക് റസൂലുകൾ വന്നാൽ അവർ ചോദിക്കും, ഒരു മനുഷ്യനാണോ ഞങ്ങളെ വഴി കാണിക്കുന്നത്? ഒരു മനുഷ്യനാണോ ഞങ്ങൾക്ക് നേർമാർഗം കാണിക്കുന്നത് എന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഫിർഔൻ മൂസാ നബി അലൈഹിസ്സലാമിനോടും അതുപോലെ ഹാറൂൻ നബിയോടും ചോദിച്ചു, അനുമിനു ലിബശറൈനി മിസ്ലിനാ വഖൗമുഹുമാ ലനാ ആബിദൂൻ. ഞങ്ങൾ വിശ്വസിക്കുകയാണോ ഞങ്ങളെപ്പോലെ രണ്ട് മനുഷ്യന്മാരെയാണോ ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് അവർ ചോദിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ പല സമൂഹത്തിലും ഉള്ള ആളുകൾ ഒരുപാട് ആയത്തുകൾ നമുക്ക് പറയാൻ സാധിക്കും. അവർ ഈ ചോദ്യം തന്നെ ആവർത്തിച്ച് ചോദിച്ച് കാണാം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ മനുഷ്യരിൽ നിന്ന് അഥവാ നമ്മുടെ അതേ ജിൻസിൽ നിന്ന് ഒരു റസൂലിനെ നിയോഗിച്ചു എന്നുള്ളത് നമ്മുടെ മേലുള്ള ഏറ്റവും വലിയ നിഅമത്തായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ മേലെ ഏറ്റവും വലിയ ഔദാര്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ മേലെയുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. സൂറത്ത് ആലി ഇംറാനിലെ 164-ാമത്തെ ആയത്ത് നോക്കൂ. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് വലിയ ഔദാര്യവും കാരുണ്യവും കാണിച്ചിരിക്കുന്നു. എന്താണത്? അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ അവർക്ക് നിയോഗിച്ചിരിക്കുന്നു, മനുഷ്യരിൽ നിന്ന് തന്നെയുള്ളത്. മറ്റൊരായത്ത് നോക്കൂ. സൂറത്ത് തൗബയിലെ 128-ാമത്തെ ആയത്തിൽ ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും. അവർക്കതാ അവരിൽ നിന്ന് തന്നെയുള്ള റസൂല് അവർക്ക് വന്നിട്ടുണ്ട് എന്ന് കാണാം. അതുപോലെ സൂറത്തുൽ ബഖറയിൽ 151, 152 ആയത്തുകളിൽ അല്ലാഹു പറയുകയാണ്, കമാ അർസൽനാ ഫീകും റസൂലൻ മിൻകും. നിങ്ങളിൽ നിന്ന് തന്നെയുള്ള റസൂലിനെ അയച്ചതു. യത്ലൂ അലൈക്കും ആയാതിന. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് പാരായണം ചെയ്തു നൽകുന്നു. വയുസക്കീക്കും. നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. വയുഅല്ലിമുകുമുൽ കിതാബ വൽ ഹിക്മ. കിതാബും ഹിക്മത്തും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു. വയുഅല്ലിമുകും മാ ലം തകൂനു തഅലമൂൻ. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പറഞ്ഞാൽ എന്താ? ഫദ്കുറൂനി അദ്കുർകും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ എന്നെ ഓർക്കണം, ഞാൻ നിങ്ങളെയും ഓർക്കുന്നതാണ്. നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണം, നിങ്ങൾ നന്ദികേട് കാണിക്കരുത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്തുകളിൽ വളരെ മഹത്തായ നിഅമത്ത് എന്താണ്? നബിയെ ഒരു മനുഷ്യനാക്കി നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരു റസൂലിനെ അയച്ചു എന്നുള്ളതാണ്. അതാണ് ഈ ഒരു ചിന്ത ഇല്ലാത്തത് കൊണ്ടും ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ് കുഫാറുകൾ ഒരു മലക്കിനെ നിയോഗിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനുള്ള മറുപടി എന്താണ്? അള്ളാഹു പറഞ്ഞതാണ്. ഇവിടെ മലക്കുകളാണെങ്കിൽ അള്ളാഹ് എന്തായിക്കുള്ളൂ? മലക്കിനെ അയക്കുള്ളൂ. മലക്കുകളുടെ കൂട്ടത്തിലേക്ക് മനുഷ്യൻ റസൂലായിട്ട് അയക്കാൻ പറ്റുമോ? പറ്റില്ല.
ഇവിടെ മനുഷ്യരാണ് ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ്? ആ മനുഷ്യരിൽ തന്നെ അവരുടെ വികാരങ്ങളും വിചാരങ്ങളും ദേഹേച്ഛകളുമുള്ള ഒരാളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കി, മനുഷ്യനല്ലാത്തൊരു മലക്ക് വന്നിട്ട് പിന്നെ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം പറയാണ്. മനുഷ്യ സ്വാഭാവികമായിട്ടും മാനസികമായിട്ടുള്ള ഏതെങ്കിലും വികാരങ്ങളെ വെച്ച് മുൻനിർത്തിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തുണ്ടാവും? നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതി പറയേണ്ടി വരും. നമുക്ക് മനുഷ്യനെ കൊണ്ട് പറ്റൂല എന്ന് പറയേണ്ടി വരും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ മേഖലയിലും മാതൃകയാണ്. എല്ലാ മേഖലയിലും. ഒരു രാജ്യം ഭരിക്കണോ, അതെങ്ങനെയായിരിക്കണം? ഒരു വീട്ടിലെ ഭർത്താവ് അതെങ്ങനെയായിരിക്കണം? ഭാര്യമാരോട് എങ്ങനെയായിരിക്കണം? തന്റെ ധാർമ്മിക മൂല്യങ്ങൾ എങ്ങനെയായിരിക്കണം? ഇബാദത്തുകൾ എങ്ങനെയായിരിക്കണം? അതിൽ മനുഷ്യന് ആവശ്യമുള്ള എല്ലാം അനുവദിച്ചിട്ടുണ്ട്. അവന് ഉറങ്ങണം, രാത്രി ഇബാദത്ത് ചെയ്യുകയാണെങ്കിലും അവന് ഉറങ്ങും വേണം, നോമ്പ് വിൽക്കുകയാണെങ്കിൽ നോമ്പ് വിൽക്കാതെ ഭക്ഷണം കഴിക്കാൻ വേണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി മാതൃകയായി പഠിപ്പിക്കാൻ മനുഷ്യരിൽ തന്നെ റസൂലിനെ അയച്ചാലേ നടക്കുള്ളൂ. ഇത് ഹിക്മത്താണ്, ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷെ കുഫാറുകൾ നിഷേധിക്കാൻ വേണ്ടി എല്ലാ കാലത്തും അവർ ഈ വാദം പറഞ്ഞിരുന്നു. എന്നിട്ട് ഈ ഒരു സംസാരത്തിന്റെ അവസാനമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുൽ, നബിയെ പറയുക, കഫാ ബില്ലാഹി ഷഹീദൻ ബൈനി വബൈനകും. കഫാ ബില്ലാഹ്, അല്ലാഹു മതിയായവനാണ്. അല്ലാഹു മതിയായവനാണ്. ഷഹീദൻ, ഷഹീദായിക്കൊണ്ട്, സാക്ഷിയായിക്കൊണ്ട്, ബൈനി വബൈനകും, എന്റെയും നിങ്ങളുടെയും ഇടയിൽ ഈ ഒരു സംസാരത്തിനും ഈ ഒരു ധിക്കാരത്തിനും എല്ലാത്തിനും സാക്ഷിയായി അല്ലാഹു മതിയായവനാണ്. ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറ, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് ഖബീറാണ്, അടിമകളുടെ വിഷയത്തിൽ സൂക്ഷ്മമായി കാര്യങ്ങൾ അറിയുന്നവനാണ്. ബസീറ, നോക്കിക്കാണുന്നവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഇവിടെ എന്താണ് ഉദ്ദേശിച്ചത്? കഫാ ബില്ലാഹി ഷഹീദൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കാത്തത് കൊണ്ടാണല്ലോ അവരിത് പറയുന്നത്. അപ്പൊ നബി പറയാണ്, ഞാനീ പറയുന്നത് സത്യമാണ് എന്നുള്ളതിന് ആര് മാത്രം മതി സാക്ഷി? അള്ളാഹു സാക്ഷിയായ മതി. ഈ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി ഞാനൊരു റസൂലാണ് എന്നുള്ളതിന് അള്ളാഹു സാക്ഷിയാണെന്ന് പറയാം. എത്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ അത്രയും കണിശമായിട്ടുള്ള കാര്യമാണ് അള്ളാഹു തആല ഇറക്കിയ വഹി അല്ലാതെ ഒന്നും അധികമായി പറയാൻ പാടില്ല എന്നുള്ളത്. അള്ളാഹു തആല ഇറക്കിയത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ കൂടി അത് മറച്ചു വെക്കാൻ പറ്റില്ല എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയാണ്, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ, ആ നബി എങ്ങാനും നമ്മുടെ മേലെ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും ഒരു കാര്യം ദീനിൽ കൂട്ടി പറഞ്ഞാൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ, നാം നമ്മുടെ വലത് കരം കൊണ്ട് ആ നബിയെ പിടികൂടുക തന്നെ ചെയ്യും. ثم لقطعنا منه الوتين, എന്നിട്ട് ആ നബിയുടെ കണ്ടനാടി നാം മുറിച്ചു കളയുക തന്നെ ചെയ്യും. ആരെ പറ്റിയിട്ടാ പറയണേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിൽ അള്ളാഹു പറയാത്ത എന്തെങ്കിലും ഒരു കാര്യം, അള്ളാഹു അറിയിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യം കൂട്ടിപ്പറഞ്ഞാലുള്ള അവസ്ഥയാണ് അള്ളാഹു ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എന്റെയും നിങ്ങളുടെയും ഇടയിൽ ഒരു സാക്ഷിയായിട്ട് ആര് മാത്രം മതി? അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം മതി എന്നുള്ള വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പറയാനുള്ള കാരണം. എന്നിട്ട് ഈ ആയത്ത് അവസാനിപ്പിച്ച എന്താണ്? ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് ഖബീറാണ്. ഖബീർ എന്ന് പറഞ്ഞാൽ ഏതൊരു സൂക്ഷ്മമായിട്ടുള്ള കാര്യവും അതിസൂക്ഷ്മമായി അറിയുന്നവനാണ് ആര്? ഖബീർ എന്ന് പറഞ്ഞാൽ. ഏതൊരു എത്ര നിസ്സാരമായ ഒരു കാര്യമാണെങ്കിലും അത് ചൂഴ്ന്നറിയുന്നവനാണ് ആര്? ഖബീർ എന്ന് പറയുന്നത്. ബസീർ എന്ന് പറഞ്ഞാൽ നോക്കിക്കാണുന്നവനാണ്. എന്താണ് ഇത് പറയാനുള്ള കാരണം? ഒരടിമയുടെ ഹൃദയത്തിന്റെ അകത്തുള്ള ഏറ്റവും 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 ചെറിയ രീതിയിലുള്ള ചിന്തകൾ പോലും നോക്കിക്കാണുന്നവനാണ് അള്ളാഹ്. അപ്പൊ അങ്ങനെ അള്ളാഹുവിന് മനസ്സിലാക്കാൻ സാധിക്കും, മയ്യസ്തഹിഖുൽ ഇൻആമി വൽ ഇഹ്സാൻ വൽ ഹിദായ, ആരാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിനും അള്ളാഹു ചെയ്യുന്ന നന്മകൾക്കും അള്ളാഹു നൽകുന്ന ഹിദായത്തിനും യോഗ്യൻ ആരാന്ന് ആർക്ക് മനസ്സിലാവും? അള്ളാഹുവിന് മനസ്സിലാവും. അതായത് പല ആളും ചോദിക്കുന്ന ആളുകളുണ്ടാവും. ചിലപ്പോൾ നബിയോട് ഒരു ദൃഷ്ടാന്തം ചോദിക്കുന്ന വിശ്വാസം ഉറപ്പിക്കാനായിരിക്കും.
ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹിനോട് ചോദിച്ചിട്ടല്ലേ? എന്താ ചോദിച്ചത്? എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്? മരിച്ചവരെ എങ്ങനെ ജീവിപ്പിക്കുന്നത്? അള്ളാഹു ചോദിച്ചത് എന്താ? നീ വിശ്വസിച്ചിട്ടില്ലേ? നീ വിശ്വാസി ആയിട്ടില്ലേ എന്നാണ്. അപ്പൊ എന്തിനാണ് ഒരു വിശ്വാസക്കുറവില്ല, പക്ഷെ ഒന്നുകൂടി ഒന്ന് ഉറപ്പായിട്ട് ഒന്ന് സമാധാനമായിട്ട് ഇങ്ങനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാ പറഞ്ഞത്. അപ്പൊ ആ രീതിയിൽ ചോദിക്കുന്നവരുണ്ടാവും. എന്നാൽ കളിയാക്കിക്കൊണ്ട് എപ്പോഴും ധിക്കാരത്തോടു കൂടി ചോദിക്കുന്ന ആളുകളുണ്ടാവും. ഫിർഔൻ ചോദിച്ച പോലെ ആകാശത്തേക്ക് ഒരു കോണി ഉണ്ടായിട്ടാ ഒന്ന് എത്തി നോക്കട്ടെ, മൂസാ നബി പറയണ അള്ളാഹ് ആരാന്ന് എത്തി നോക്കട്ടെ എന്ന് പറഞ്ഞില്ലേ? അതുപോലെ കളിയാക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടാവും. പക്ഷെ അള്ളാഹുവിനാണ് എന്തറിയുക? ഇവൻ ഹിദായത്തിന് യോഗ്യനാണ്, ഇവന് ഹിദായത്തിന് അർഹനാണ്, ഇവന് അതിനുള്ള ഗുണമുണ്ടെന്ന് ആരറിയുക? അള്ളാഹുവാണ് അറിയുക. അതുപോലെ തന്നെ ആരാണ് ഈ ദൗർഭാഗ്യത്തിന്റെയും വഴികേടിനും യോഗ്യനായിട്ടുള്ള ആള് എന്ന് ആരറിയും? അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു ഹിദായത്തും വലാലത്തും തീരുമാനിക്കുന്നത്. അള്ളാഹുവിനെ അറിയുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാവൂല, നമുക്ക് അതിന്റെ യോഗ്യത എന്താണെന്ന് മനസ്സിലാവൂല. അള്ളാഹുവിനാണ് ഒരാളെ കൽബറി. അതുകൊണ്ടാണ് പല ആളുകളും ചിലപ്പോൾ നമ്മൾ ചില ആളുകൾ കാണും തെമ്മാടിയായി ജീവിക്കായിരിക്കും. പക്ഷെ പെട്ടെന്നായിരിക്കും അവൻ മാറി അവൻ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലെത്തുന്നത്. മറ്റു ചില ആളുകളുണ്ടാവും, ആളുകളുടെ ഇടയിൽ മാന്യനായി ഉന്നതമായ അവസ്ഥയിലായിരിക്കും, പിന്നീട് അവൻ മാറി ഏറ്റവും തെമ്മാടിയായി മാറുന്നതുണ്ടാവും. കാരണം അള്ളാഹുവിന്റെ കയ്യിലാണ് ഹിദായത്തും വലാലത്തും. ഒരാളുടെ കൽബിൽ എന്താണോ ഈമാൻ എന്ന അടിസ്ഥാനത്തിലാണ് അള്ളാഹു അവനെ ഏതിലേക്കാണോ കൂടുതലായി നയിക്കുക എന്നുള്ളത്. അപ്പൊ ഈ ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ള വിഷയം എന്നത് മക്കയിലെ മുശ്രിക്കീങ്ങൾ അവരെന്താവശ്യപ്പെട്ടു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസം അത് വിശ്വസിക്കാൻ വേണ്ടി, അത് തെളിയിക്കാൻ വേണ്ടി അവർ ചോദിച്ച കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ മക്കയിൽ പൊതുവെ അരുവികളും ഇതൊന്നുമില്ലാതെ ഒരു ഉറവൊഴുക്കി തരാൻ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തന്നെ തോട്ടവും ഈന്തപ്പനവും മുന്തിരിയും എല്ലാം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ സ്വർണം കൊണ്ടുള്ള ഒരു വീട്, അല്ലെങ്കിൽ താക്കീത് ചെയ്തിട്ടുള്ള ശിക്ഷ അത് പെട്ടെന്ന് വരാൻ, അങ്ങനെയൊക്കെ അവർ ചോദിക്കുമായിരുന്നു. പക്ഷെ ഇതൊരിക്കലും ഒരു വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമായിരുന്നില്ല, അവൻ നിഷേധിക്കാൻ വേണ്ടി കുഫ്രോട് കൂടിയുള്ള ചോദ്യമായിരുന്നു. പക്ഷെ അള്ളാഹു അതൊന്നും നടപ്പിലാക്കിയിട്ടുണ്ട്. അതിലൊറ്റ മറുപടി ഉള്ളൂ, ഞാൻ മനുഷ്യനായ ഒരു റസൂല് മാത്രമാണ് എന്നുള്ളത്. അപ്പൊ മനുഷ്യനായ റസൂലിനെ നിഷേധിക്കാൻ കാലങ്ങളായിട്ടുള്ള സമൂഹത്തിന്റെ വാദം ഒരു മനുഷ്യനാണോ ഞങ്ങൾക്ക് വഴി കാണിക്കുന്നത് എന്നതാണ്. എന്താണ് മനുഷ്യൻ റസൂലായി നിയോഗിക്കാനുള്ള ഹിക്മത്ത്? എന്താണ്? ബാക്കിയുള്ള ആളുകൾ മനുഷ്യരായതുകൊണ്ട്, ഈ ഭൂമിയിൽ മനുഷ്യരാണ് എന്നതുകൊണ്ടാണ് ഒരു റസൂലിനെ മനുഷ്യനായി നിയോഗിച്ചിട്ടുള്ളത്. ഈ ഭൂമിയിൽ മലക്കുകളാണെങ്കിൽ മലക്കിനെ ആയിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുണ്ടാവുക എന്നാണ് പറഞ്ഞത്. ഇനി അവസാനത്തിൽ ഈ ഒരു സംസാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിക്കുന്നതായി പറഞ്ഞിട്ടുള്ളത് അത് അല്ലാഹു മതി സാക്ഷിയായിട്ട്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സമൂഹത്തിന്റെയും ഇടയിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഹഖാണ് എന്നുള്ളതിന് അല്ലാഹു സാക്ഷിയാണ് എന്നതാണ് അറിയിക്കുന്നത്. എന്നിട്ട് അല്ലാഹു തആല ആയത്ത് അവസാനിപ്പിച്ചു അല്ലാഹുവിന്റെ നാമം കൊണ്ട്, ഖബീർ ബസീർ, അഥവാ ഓരോ അടിമയുടെയും ഉള്ളിൽ എന്താണ്, ഇവൻ ഹിദായത്തിന് യോഗ്യനാണോ അതല്ല ഇവൻ വലാലത്തിലാണോ യോഗ്യൻ എന്നുള്ളത് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്നുകൊണ്ടാണ് ഈ ഒരു സാഹചര്യം അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തുകൾ നമുക്ക് അടുത്ത ദർശനം നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. ഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.